മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 20 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് വലിയ കാര്യങ്ങൾ ഈശോ പഠിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ് വചനത്തില്: അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാൽ, കരയേണ്ടി വന്നാൽ, ദുഃഖിക്കേണ്ടി വന്നാൽ, അവഹേളിക്കപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ, വിശപ്പനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനായി ഈ ലോകത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ച് സ്വർഗം നേടാനാണ്. സ്വർഗം നേടിയെടുക്കാനുള്ള അധ്വാനമാണ് ഈ ഭൂമിയിൽ നമ്മൾ നടത്തേണ്ടത്. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് തിരിച്ചറിയാതെ ഈ ഭൂമിയിലെ സുഖത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ അധ്വാനങ്ങളും പ്രയത്നങ്ങളും നടത്തേണ്ടത് നമ്മൾ സ്വർഗം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സ്വർഗം നേടാനായിട്ട് ഈശോ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഇതാണ്: ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമായിരിക്കും, നിങ്ങൾ കരയേണ്ടി വരുമായിരിക്കും, വിശപ്പനുഭവിക്കേണ്ടി വരുമായിരിക്കും, അവഹേളിക്കപ്പെടേണ്ടി വരുമായിരിക്കും. പക്ഷേ നിങ്ങൾ നിരാശപ്പെടേണ്ട, ഇതിന് പ്രതിഫലമുണ്ട്, സ്വർഗം നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ക്ഷണികമായ ജീവിതമാണോ സ്വർഗത്തിലെ നിത്യമായ ജീവിതമാണോ നമുക്ക് വേണ്ടത്? തെരഞ്ഞെടുപ്പ് നമ്മുടെയാണ്. ഏതാ നമുക്ക് വേണ്ടത്? സ്വർഗം വേണോ ഭൂമി വേണോ? ഭൂമി തീരും, സ്വർഗം ഒരിക്കലും തീരില്ല. തീരുന്നത് വേണോ തീരാത്തത് വേണോ? ഇത് നമ്മുടെ മുൻപിലുള്ള ഒരു ചോയ്സാ, നമ്മൾ തിരഞ്ഞെടുക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗമല്ലേ നിലനിൽക്കുന്നത്? സ്വർഗമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ജീവിതത്തിൽ സഹനം വന്നാലും, കരയേണ്ടി വന്നാലും, വിശപ്പ് അനുഭവിക്കേണ്ടി വന്നാലും, അവഹേളിക്കപ്പെടേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? പിറുവിറുക്കേണ്ട കാര്യമുണ്ടോ? കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? പ്രാർത്ഥന നിർത്തേണ്ട കാര്യമുണ്ടോ? ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനം വലിയ വാഗ്ദാനമാണ്, സ്വർഗം. നേടിയെടുക്കാം നമുക്ക് സ്വർഗം. അതിനുവേണ്ടി വിശപ്പ് ഏറ്റെടുക്കാം, അവഹേളനങ്ങൾ ഏറ്റെടുക്കാം, കരയാം, സഹനങ്ങൾ ഏറ്റെടുക്കാം. കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവർ പോകുന്ന വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈ ദിവസം ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, മക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഈ ദിവികാരുണ്യത്താൽ സർവ്വവിധ പീഡകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെ, നാരകീയ ശക്തികളെ, രോഗശക്തികളെ, പൈശാചിക ശക്തികളെ, ആപത്തുകളെ, അപകടങ്ങളെ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദിവികാരുണ്യ അഭിഷേകം വരെ പൊതിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.